ഹായ് ഫ്രണ്ട്സ്, ആർക്കി ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കവറിങ്ങിനെ കുറിച്ചിട്ടാണ്. ഒരു RCC സ്ട്രക്ചറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കവറിങ്. അപ്പോൾ ഓരോരോ സ്ട്രക്ചറിനും എത്രയൊക്കെ കവറിങ് വേണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് വിവേക്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഫൂട്ടിങ്ങിലോട്ട് പോകാം. ഫൂട്ടിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗമാണ് ഫൂട്ടിംഗ്. ഫൂട്ടിങ്ങിന് 75 mm കവറിംഗ് അത്യാവശ്യമാണ്. എന്തെങ്കിലും ഗ്രൗണ്ട് ബീമോ അതായത് വല്ല ടൈ ബീമോ ഒക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ നൈബർ ഫൂട്ടിംഗ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ നൈബർ ഫൂട്ടിംഗ് ഈ കോളം ഒക്കെ ഒന്ന് ഫൂട്ടിംഗ് ഇല്ലാത്ത ഭാഗത്തോട്ട് ശരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ടൈ ബീം ഇതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്ത് വലിച്ചു പിടിക്കാൻ വേണ്ടി ഒരു ടൈ ബീം ഒക്കെ കൊടുക്കും. അതും ഈ ഫൂട്ടിങ്ങിനോട് അനുബന്ധിച്ചിട്ടാണ് കൊടുക്കാറ്. അങ്ങനെ വരുന്ന ഭാഗത്തും 75 mm കവറിംഗ് നിർബന്ധമാണ്. ഫൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ പ്ലിന്ത് ബീം അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ ബീം അതിനൊക്കെ 30 to 40 mm വരെയുള്ള കവറിംഗ് നിർബന്ധമാണ്. ഇനി ഇതിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീൽ കുറച്ച് ഡയ കൂടിയതാണെങ്കിൽ നിർബന്ധമായും 40 mm കവറിംഗ് നമ്മൾ കൊടുത്തേ തീരും. ബീമുകളെ പോലെ തന്നെ നമ്മൾ കോളങ്ങളിൽ പില്ലേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന കോളങ്ങളിൽ 40 mm കവറിംഗ് നിർബന്ധമാണ്. പിന്നെ റൂഫ് സ്ലാബുകളാണ്. റൂഫ് സ്ലാബ്, സ്റ്റെയർവേസ് സ്ലാബ് ഇതിനൊക്കെ 25 mm കവറിംഗ് അത്യാവശ്യമാണ്. ഞാൻ ഈ കവറിംഗിന്റെ ഡിസ്റ്റൻസ് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ഈ റൂഫ് ഒക്കെ ആണെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഈ 25 mm കവറിംഗ് വേണം. ഇനി ബീംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കവറിംഗിന്റെ അളവുകൾ 4 സൈഡിലും വേണം. ഇനി റീറ്റെയിൻ വാളുകളൊക്കെ വരുന്ന ഭാഗമാണെങ്കിൽ നമുക്ക് റീറ്റെയിൻ വാളുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുമെങ്കിൽ റീറ്റെയിൻ വാളുകൾക്കും 25 mm കവറിംഗ് നിർബന്ധമാണ്. ഇനി വാട്ടർ ടാങ്കുകളൊക്കെ നിങ്ങൾ RCCയിൽ ചെയ്യുകയാണെങ്കിൽ വാട്ടർ ടാങ്കുകളായിട്ട് ബന്ധപ്പെടുന്ന ഏത് വാളുകൾക്കായാലും ഏത് നിർമ്മിതികൾക്കായാലും 50 mm കവറിംഗ് നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ സ്ട്രക്ചറിനും വേണ്ട കവറിങ്ങുകളുടെ ഡിസ്റ്റൻസും അളവുകളൊക്കെ പോകുന്നത്. കവറിംഗ് ഒരു RCC സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പുറത്തുള്ള ഈർപ്പവും അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദം മൂലമൊക്കെ ഒരു നനവോ തുരുമ്പോ ഒന്നും അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയും ഉള്ളിലുള്ള സ്റ്റീൽ കാസ്റ്റിങ്ങളെ ഇതൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയും ഒക്കെ കവറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വീട് പണികൾ അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ പണിയാൻ പോകുന്ന കൂട്ടുകാർക്കായി വീഡിയോ സജസ്റ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.